ഹായ് ഫ്രണ്ട്സ്, കേരള PSC യൂണിവേഴ്സിറ്റി LGSനുള്ള ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ്സുകളാണിത്. 19ാമത്തെ ദിവസമാണ്. 50 ദിവസങ്ങളിലായി ഒരു 20 മുതൽ 40 മിനിറ്റ് വരെയുള്ള വീഡിയോകളിലൂടെ LGS 10th പ്രിലിംസിന് വരുന്ന മുഴുവൻ ടോപ്പിക്സിലൂടെയുമുള്ള ഒരു ഓട്ടപ്രദക്ഷിണമാണ്. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെ എങ്ങനെയാണ് 10th പ്രിലിംസ് ആൻഡ് മെയിൻസിലെ 11 ചോദ്യങ്ങൾ, ആ 11 ചോദ്യങ്ങളിൽ 1100 ചോദ്യങ്ങൾ ഗണിതമടക്കം, അതിൽ പലതും ഈ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ആവർത്തിക്കാൻ സാധ്യതയുള്ളതാണ്. മുൻകാലങ്ങളിൽ ആവർത്തിച്ചതും SCERT ടെക്സ്റ്റ് ബുക്കിലേതുമായ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ടോപ്പിക്കിലൂടെയും കടന്നു പോകുന്ന ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതിനു മുമ്പ് ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇതിനു മുന്നുള്ള വീഡിയോകൾ കൂടി കാണുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ 2022 സ്റ്റേജ് 4 മാത്സ് ഒഴികെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കും. ഇനി നമുക്ക് 7 ചോദ്യപേപ്പർ ഉണ്ട് ബാലൻസ്. 7 ചോദ്യപേപ്പറും 10ഓളം ചോദ്യപേപ്പറുകളിലെ മാത്സും ഉണ്ട്. ഇത്രയും നമുക്കിനി അവശേഷിക്കുന്നുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും സ്പീഡിലാണ് പോകുന്നത്. മൂലകങ്ങളെ അവയുടെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രം. നിർവചനം കേട്ട് പേടിക്കണ്ട, ഇത് ചോദ്യമായിട്ട് വരാം. കൺസെപ്റ്റും വളരെ സിമ്പിളാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാടൂ, ഇത് മനസ്സിലാവുക എന്നുള്ളത്. ഓക്കെ, ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ അങ്ങനെ കലർപ്പില്ല, വേറൊരു കലർപ്പില്ല. ഇപ്പൊ ഇരുമ്പാണെങ്കിൽ ഇരുമ്പ് മാത്രം. ആ ശുദ്ധ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രാവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതും. അടിസ്ഥാന ഗുണം വേണം. ഇപ്പൊ പഞ്ചസാര എടുക്കുക. പഞ്ചസാര നിങ്ങൾക്കറിയാലോ, പല ഗുണങ്ങളുണ്ട്. മധുരിക്കും. പഞ്ചസാര ശരീരത്തിന് നല്ലതല്ല, കാരണം അത് ശരീരത്തിൽ പോയിട്ട് പല കുഴപ്പങ്ങളും ഉണ്ടാക്കും. ആ പഞ്ചസാര മധുരിക്കുന്നുണ്ട്. നിങ്ങളൊരു വലിയ കട്ട പഞ്ചസാര എടുത്താലും ചെറിയ കട്ട പഞ്ചസാര എടുത്താലും ഇത് മധുരിക്കും. പഞ്ചസാര എന്ന് അലിയിച്ച്, വെള്ളത്തിൽ അലിയിച്ച്, അപ്പൊ അതിന്റെ ശുദ്ധാവസ്ഥ പോയി. മനസ്സിലായില്ലേ? അപ്പൊ പഞ്ചസാരയും വെള്ളവും ചേർന്നു. പഞ്ചസാര പൊടിച്ച് 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 എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കുക. അങ്ങനെ ചെറുതാക്കുമ്പോ അത് പഞ്ചസാരയുടെ അതേ ഗുണം ഉണ്ടാവണം. അതിന്റെ ഏറ്റവും ചെറിയ കണത്തെയാണ് അതിന്റെ തന്മാത്ര എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ എന്താ തന്മാത്ര? ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉണ്ട്. സ്വതന്ത്രാവസ്ഥയിൽ ആരോടും കൂട്ടുകൂടാതെ തന്നെ അതിന്റെ അടിസ്ഥാന ഗുണത്തോടു കൂടി അതിന് നിൽക്കാൻ പറ്റണം. നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണമാണ് തന്മാത്ര, മോളിക്യൂൾ എന്ന് പറയുന്നത്. ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ തന്മാത്രകളെല്ലാം ഒരുപോലെ ഇരിക്കും. വലിപ്പത്തില്, ആകൃതിയില്, അതിന്റെ മാസില് ഒക്കെ എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. ഈ തന്മാത്രകൾ നിർമ്മിച്ചിരിക്കണം എന്തുകൊണ്ടാ? തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. നമുക്ക് മനസ്സിലാക്കാം കേട്ടോ. ഒന്നും കൂടി നമ്മൾ കടന്നു പോകും, അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റവും തന്മാത്രയും ഒന്നാണെന്ന് വിചാരിച്ചിരിക്കണ്ട. അപ്പോ ഒരു ശുദ്ധ പദാർത്ഥത്തിന്റെ തന്മാത്രയിൽ ഒരേ ഇനം ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ വെച്ചാൽ അതിനെ മൂലകം എന്ന് വിളിക്കും. ഇപ്പൊ ഓക്സിജൻ O2 എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അതിൽ 2 ഓക്സിജൻ ആറ്റം. അപ്പൊ അത് മൂലകമാണ്. കാരണം ആ ഓക്സിജനിൽ എന്ത് മാത്രമേ ഉള്ളൂ, O2ൽ എന്ത് മാത്രമേ ഉള്ളൂ? 2 ഓക്സിജൻ ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു തന്മാത്രയിൽ ഒരേ ആറ്റങ്ങൾ മാത്രമേ ഉള്ളൂ വെച്ചാൽ അതേനെ മൂലകം എന്നാണ് വിളിക്കുക. എന്നാൽ പല വിവിധ ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഒരു തന്മാത്ര ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ അതിനെ സംയുക്തം എന്നാണ് വിളിക്കുക. അപ്പോ ജലത്തിന്റെ H2O ആണ് അല്ലെ ഇതിന്റെ രാസസൂത്രം. H2O എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പൊ ജലത്തിന്റെ തന്മാത്ര ജലത്തിന്റെ അതേ സ്വഭാവം കാണിക്കുക. ഒരു വലിയ ടാങ്കിൽ ശുദ്ധജലം ഉണ്ട്, ശുദ്ധമായ ജലമാണ്, ശുദ്ധ പദാർത്ഥമാണ്. അതിന്റെ ഒരു തുള്ളി എടുത്താലും ആ മൊത്തം ജലം എടുത്താലും അതിന് ഒരേ സ്വഭാവമാണ് കാണിക്കുന്നത്. ഏറ്റവും ചെറിയ അതിന്റെ ഒന്നിനെ ആണ് നമ്മൾ H2O എന്ന് പറയുന്നത്. അതിൽ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ഉണ്ട്. അത് മൂലകമല്ല, കാരണം അവിടെ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. മൂലകമാകണമെങ്കിൽ ഈ തന്മാത്രയിൽ ഒരേ ആറ്റം മാത്രമേ പാടൂ. വ്യത്യസ്ത ആറ്റങ്ങൾ വന്നാൽ ആ തന്മാത്ര അവിടെ സംയുക്തമായിട്ട് മാറി. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഓക്സിജനും ഇവിടെ ഒരു ഹൈഡ്രജൻ ഇട്ടാ, അത് ഈ ചിത്രം കയറി വന്നിട്ട് പോയതാണ്. ഇവിടെ ഒരു ഹൈഡ്രജൻ വേറെ ഉണ്ട്. ഇത് ജലത്തിന്റെയാണ്, 2 ഹൈഡ്രജനും ഓക്സിജനും. അപ്പൊ ഇതെന്തല്ല, ഇത് മൂലകമല്ല. ഇതെന്താണ്? ഇത് സംയുക്താണ്. ഇനി ഇതിൽ ആരൊക്കെയുള്ളത്? ഒരാള്
ഓക്സിജൻ ആണുള്ളത്. ദാ ഈ ഓക്സിജനെയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഈ ഓക്സിജനിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഓക്സിജന്റെ പുറത്ത് കണ്ടുവോ, ഇതാണ് ന്യൂക്ലിയസ്. ഇവിടെ 6 പ്രോട്ടോണും ഉണ്ട്, 6 ന്യൂട്രോണും ഉണ്ട്. അവിടെ ഇലക്ട്രോൺസ് ആണ് ആ ഓർബിറ്റിൽ കാണിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഊർജ്ജനില എന്നുള്ളതൊക്കെ നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട്. 6 ഇലക്ട്രോണും ഉണ്ട്. ഹൈഡ്രജൻ എടുത്തു നോക്കൂ. ഹൈഡ്രജന് ന്യൂക്ലിയസിലുള്ളത് ഒരു പ്രോട്ടോണാണ്. ചിലപ്പോൾ അവിടെ 1 ന്യൂട്രോണും കൂടി കണ്ടേക്കാം. 0 ന്യൂട്രോൺ ഉള്ളതുണ്ട്, 1 ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജൻ ഉണ്ട്, 2 ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജൻ ഉണ്ട്. ന്യൂട്രോണിന്റെ എണ്ണം വ്യത്യസ്തമാകും തോറും അതിന് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായി. 0 ന്യൂട്രോൺ ആണെങ്കിൽ അതിന് പ്രോട്ടിയം എന്നും, 1 ന്യൂട്രോൺ ആണെങ്കിൽ അതിനെ ഡ്യൂട്ടീരിയം എന്നും, 2 ന്യൂട്രോൺ ആണെങ്കിൽ അതിനെ ട്രീഷ്യം എന്നും വിളിക്കും, ഐസോട്ടോപ്പ് എന്ന് വിളിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ ഓക്സിജനെക്കാട്ടും ചെറുതാണ്. അപ്പൊ 2 വ്യത്യസ്ത ആറ്റങ്ങളാണ് ഈ കാണിച്ചിട്ടുള്ളത്, ഹൈഡ്രജനും ഓക്സിജനും. ഇതാണ് ആറ്റം എന്ന് പറയുന്നത്. ഈ ആറ്റം ഒരേ ആറ്റങ്ങളൊക്കെ ഒരേ ഹൈഡ്രജൻ ആറ്റമാണ് വെച്ചാൽ ഏത് ഹൈഡ്രജൻ ആറ്റത്തിലും 1 പ്രോട്ടോണേ ഉണ്ടാവുള്ളൂ. ഏത് ഹൈഡ്രജൻ ആറ്റം എടുത്താലും, ഏത് ഓക്സിജൻ ആറ്റം എടുത്താലും അതിൽ 6 പ്രോട്ടോണേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഒരാറ്റം മറ്റൊരാറ്റത്തിൽ നിന്ന് ഒരേപോലുള്ള ആറ്റമല്ല. ഒരു ഹൈഡ്രജൻ ആറ്റും ഒരു ഓക്സിജൻ ആറ്റും എടുത്താൽ അത് വലിപ്പത്തിൽ വ്യത്യാസമായിരിക്കും, അതിന്റെ ഗുണത്തിൽ വ്യത്യാസം വരും, അങ്ങനെ പല കാര്യങ്ങളിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഈ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഓക്സിജന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഓക്സിജൻ വേറൊരു ഓക്സിജനും കൂടി കൂട്ടും. അങ്ങനെ O2 ആയിട്ടാണ് നിൽക്കുക, സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതിനെ മൂലകം എന്നാ വിളിക്കുക. ആ O2നെ മൂലകം എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ആ തന്മാത്രയിൽ 2 ഓക്സിജൻ ആറ്റങ്ങൾ മാത്രമാണ്, ഒരേ ആറ്റങ്ങളാണുള്ളത്. വെള്ളം അതേസമയം എന്തല്ല, മൂലകമല്ല, സംയുക്തമാണ്. കാരണം എന്താ? വെള്ളത്തിൽ ഒരു തന്മാത്ര എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അപ്പോ ഒരു മൂലകത്തിന്റെ എല്ലാ സ്വഭാവവും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണമാണ് ആറ്റം. ഹീലിയം, നിയോൺ തുടങ്ങിയ വാതക മൂലകങ്ങളുണ്ട്. അതിനൊറ്റ ആറ്റം തന്നെ ആയിട്ട് നിൽക്കാൻ പറ്റില്ല. എന്നാൽ ഹൈഡ്രജൻ, ഓക്സിജൻ മുതലായ ആറ്റങ്ങൾക്ക് ഹീലിയത്തിനും നിയോണിനും ഒറ്റ ആറ്റമായിട്ട് നിൽക്കാൻ പറ്റും. ഹീലിയത്തിനും നിയോണിനും ഒറ്റ ആറ്റമായിട്ട് നിൽക്കാൻ പറ്റും. എന്നാൽ ഹൈഡ്രജനും ഓക്സിജനും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അവിടെ 2 എണ്ണമായിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. H2ഉം O2 ആയിട്ടേ നിൽക്കാൻ പറ്റുള്ളൂ. അതേസമയം ഹീലിയത്തിന് ഒരു He മതി, നിയോണിനും അത് മതി. അപ്പോൾ ആറ്റവും മോളിക്യൂളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഹീലിയം ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്, ആറ്റമാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, ഹീലിയത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റും, അതുകൊണ്ട് ആറ്റാണത്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ചേർന്നിട്ടേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ഇത് അതിന്റെ മോളിക്യൂളാണ്, അഥവാ അത് മൂലകമാണ് H2 എന്ന് പറയുന്നത്. ഈ ഹീലിയവും മൂലകം തന്നെയാണ് കേട്ടോ, ഒരേ ആളേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ്, ഒറ്റ ആറ്റങ്ങൾ കൊണ്ടാണത്. എന്നാൽ ഇത് സംയുക്തമാണ്. എന്താ സംയുക്തമാകാനുള്ള കാരണം? അവിടെ 2 ഹൈഡ്രജനും ഉണ്ട്, 1 ഓക്സിജനും ഉണ്ട്, 2 വ്യത്യസ്ത ആറ്റങ്ങളുണ്ട്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ മൂലകങ്ങളെ വർഗീകരണത്തിനുള്ള ആദ്യകാല ശ്രമങ്ങളിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് വരികയാണ്. അപ്പൊ മൂലകങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവം ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ വ്യത്യസ്ത സ്വഭാവം ഉണ്ടെങ്കിലും സമാനമായ ഗുണങ്ങളുള്ള ഒരുപാട് മൂലകങ്ങളുണ്ട്. അപ്പൊ സമാനമായ ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒന്ന് വേർതിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ആദ്യം വേർതിരിച്ചത് ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നുമാണ്. മൂലകങ്ങൾക്ക് അങ്ങനത്തെ ഒരു വേർതിരിവുണ്ട്. നമ്മൾ നേരത്തെ പിടിച്ചല്ലോ, അമ്ല ഗുണമുള്ള ചില പദാർത്ഥങ്ങളുണ്ട്, അത് ലോഹങ്ങളുമായിട്ട് പെട്ടെന്ന് പ്രവർത്തിക്കും. അപ്പൊ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും അദ്ദേഹം വേർതിരിച്ചു. ആരാ വേർതിരിച്ചത്? ആ വേർതിരിച്ച ആളുടെ പേരാണ് അന്റോയിൻ ലാവോസിയെ. അതാണ് മൂപ്പരുടെ പേര്, മറന്നു പോകണ്ട, അന്റോയിൻ ലാവോസിയെ. ചോദ്യം വരാറുണ്ട്. എന്താ ചോദ്യം വരിക? മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അന്റോയിൻ ലാവോസിയാണ്. കൊല്ലൊന്നും ചോദിക്കില്ല, പക്ഷെ 1789 ആണ്. 789 ഒന്ന് ഓർത്തുവെച്ചോളൂ, ചിലപ്പോ ഒരു ലോട്ടറി അടിച്ചാലോ. അപ്പൊ അന്റോയിൻ ലാവോസിയെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. പക്ഷേ ഈ അന്റോയിൻ ലാവോസിയെ പഠിക്കണം. മൂലകങ്ങൾ ആദ്യമായിട്ട് വർഗീകരിച്ചത് അന്റോയിൻ ലാവോസിയെ ആണ്. ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നുമാണ് അദ്ദേഹം വേർതിരിച്ചത്. പക്ഷേ ഒരേ സമയം തന്നെ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ. അത് ഓർത്തു വയ്ക്കുക, പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഒരേ സമയം
ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഉപലോഹങ്ങൾ, അതിന്റെ സ്ഥാനം മൂപ്പർക്ക് കറക്റ്റായിട്ട് നിർണ്ണയിക്കാൻ പറ്റിയില്ല. അപ്പൊ മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് ആന്റോയിൻ ലാവോസിയെ ആണ്. പിന്നെ അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അവരുടെ പേര് ഇപ്പൊ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. SCERT ബുക്കിലുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ അതും കൂടി പഠിക്കുക. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു സ്കോപ്പിൽ നമ്മളെല്ലാ ടോപ്പിക്സിലൂടെയും ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. മെന്റലിയേവിന്റെ ആവർത്തന പട്ടികയുണ്ട്. മെന്റലിയേവിന്റെ ആവർത്തന പട്ടികയുടെ പ്രത്യേകത, അന്ന് വരെ അറിയപ്പെട്ടിരുന്ന 63 മൂലകങ്ങളെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പട്ടികയിൽ വിന്യസിച്ചു. മെന്റലിയേവാണ് കേട്ടോ. ലാവോസിയെ ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചു, ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും. മെന്റലിയേവ് അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ. എന്താ അറ്റോമിക മാസ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരാറ്റെടുത്താൽ അതിന്റെ ന്യൂക്ലിയസിൽ പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്, അല്ലേ? അതുപോലെ ഇലക്ട്രോണും ഉണ്ട്. അപ്പൊ അതിനൊരു മാസ് ഉണ്ടായിരിക്കും. ഇതൊക്കെ കൂടി ചേർന്നത്, ഈ പ്രോട്ടോണും ന്യൂട്രോണും ഇലക്ട്രോണും ഒക്കെ കൂടി ചേർന്ന് അതിനൊരു മാസ് ഉണ്ടായിരിക്കും. ആ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പട്ടികയിൽ വിന്യസിച്ചു. ഒരേ ഗുണമുള്ള മൂലകങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കപ്പെടുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. ഇങ്ങനെ അറ്റോമിക മാസിന്റെ രീതിയിൽ വിന്യസിച്ചു കഴിഞ്ഞപ്പോ 1 കഴിഞ്ഞാൽ 11, 11 കഴിഞ്ഞാൽ 21, 21 കഴിഞ്ഞാൽ 31, ഒരു പാറ്റേൺ നിങ്ങൾ 1, 11, 21, 31 കാണുന്നില്ലേ? അതുപോലെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ഒരു പട്ടികയാക്കി ഇവ വിന്യസിച്ചാൽ കൃത്യമായ ഇടവേളകളിൽ എന്താവർത്തിക്കപ്പെടുന്നുണ്ട്? ഇതാവർത്തിക്കപ്പെടുന്നത്. അപ്പൊ മനുഷ്യന്റെ ജീവിതം എടുത്ത് നോക്കുക, കൃത്യമായ രാത്രിയിൽ ഉറക്കം ആവർത്തിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അറ്റോമിക മാസിന്റെ, അത് സമയം എങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 9 മണിയായി ഉറങ്ങാനുള്ള സമയമാണ്, അല്ലെങ്കിൽ 10 മണിയായി ഉറങ്ങാനുള്ള ആളാണ്, ഉറങ്ങാനുള്ള സമയമാണ്. അതുപോലെ തന്നെ അറ്റോമിക, ഒന്നാമത്തെ ദിവസം 9 മണി, രണ്ടാമത്തെ ദിവസം 9 മണി, മൂന്നാമത്തെ ദിവസം 9 മണി, ഒരു ആവർത്തനം കണ്ടില്ലേ? ഇതുപോലെ അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂലകങ്ങളെ എന്ത് ചെയ്തപ്പോ വിന്യസിച്ചപ്പോ, ഒരു പട്ടികയിൽ വിന്യസിക്കുമ്പോൾ ഒരേ ഗുണമുള്ള മൂലകങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കപ്പെടുന്നതായി അദ്ദേഹം മനസ്സിലാക്കി. ഇങ്ങനെ ഇടവേളയ്ക്ക് വ്യത്യാസം വരുമ്പോഴും ഒരേ ശ്രേണിയിൽപ്പെട്ട മൂലകങ്ങൾ തമ്മിൽ സദൃശ സ്വഭാവം പ്രകടിപ്പിക്കുന്നതായി കണ്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മെന്റലിയേവ് ആവർത്തന നിയമം ആവിഷ്കരിച്ചത്. അവിടുന്നാണ് ആവർത്തന പട്ടിക അഥവാ പീരിയോഡിക് ടേബിൾ ഉണ്ടാവുന്നത്. മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ. മൂലകങ്ങൾക്ക് രാസഗുണവുമുണ്ട്, ഭൗതിക ഗുണവുമുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. ഇത് അദ്ദേഹം ആവിഷ്കരിച്ച ഒരു ആവർത്തന നിയമമാണ് കേട്ടോ. അപ്പൊ ആദ്യം മൂലകങ്ങളെ ഒന്ന് വർഗീകരിക്കാൻ ശ്രമിച്ച ആളാണെന്ന് ചോദിച്ചാൽ അത് ലാവോസിയെയാണ്, ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും. എന്നാൽ അറ്റോമിക മാസിൻ ക്രമത്തിൽ ആദ്യത്തെ ആവർത്തന പട്ടിക, മൂലകങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ അറ്റോമിക മാസിന്റെ രീതിയിൽ വയ്ക്കുമ്പോൾ അവ സ്വഭാവ സവിശേഷതകൾ ആവർത്തിച്ചു വരുന്നു എന്ന് പറയുന്ന ആവർത്തന പട്ടിക രൂപവൽക്കരിച്ചത് ആരാണ്? ദിമിത്രി മെന്റലീവ് ആണ്. എന്താണ് പ്രത്യേകത? ദിമിത്രി മെന്റലീവ്. അതുകൊണ്ട് ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഇത്ര മാത്രം ഓർത്ത് വെച്ചാൽ മതി. അടുത്ത് വരുന്നുണ്ട്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവല്ല, ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെന്റലീവ് ആണ്. അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം എന്തിനെ ചെയ്തത്? മൂലകങ്ങളെ വർഗീകരിച്ചത്, അല്ലെങ്കിൽ മൂലകങ്ങളെ ആവർത്തന പട്ടികയിൽ വിന്യസിച്ചത്. എന്നാൽ അതിനുശേഷവും ശാസ്ത്രം വളർന്നു, ആധുനിക ആവർത്തന പട്ടിക വന്നു. അവിടെ അറ്റോമിക സംഖ്യയാണ് മൂലകങ്ങളുടെ അടിസ്ഥാന സ്വഭാവം. അതായത് ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിൽ എത്ര പ്രോട്ടോൺ ഉണ്ട്, അതിനെയാണ് അറ്റോമിക സംഖ്യ എന്ന് പറയുന്നത്. അറ്റോമിക സംഖ്യയാണ് മൂലകങ്ങളുടെ അടിസ്ഥാന സ്വഭാവം. ഇപ്പോൾ ഓക്സിജന്റെ ന്യൂക്ലിയസിൽ 6 പ്രോട്ടോൺ, ഏത് ഓക്സിജൻ എടുത്താലും 6 പ്രോട്ടോൺ. ഹൈഡ്രജന്റെ ന്യൂക്ലിയസിൽ 1 പ്രോട്ടോൺ. വ്യത്യാസം മനസ്സിലാവുണ്ടല്ലോ? ഇങ്ങനെയാണ് നിർണയിച്ചത്. അപ്പോ ഇവിടെ അറ്റോമിക സംഖ്യയാണ് മൂലകങ്ങളുടെ അടിസ്ഥാന സ്വഭാവം നിർണ്ണയിക്കുന്നതിന് കാരണമെന്ന് ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ, ഓക്സിജൻ ഇട്ടിട്ടോ, ഓക്കെ, ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ മോസ്ലി 1913 കണ്ടെത്തി. അതിനനുസരിച്ച് അറ്റോമിക സംഖ്യയുടെ അവരോഹണ ക്രമണത്തിൽ മൂലകങ്ങളെ വിന്യസിച്ച് ആവർത്തന പട്ടികയ്ക്ക് അദ്ദേഹം രൂപം നൽകി. അപ്പോ
മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അറ്റോമിക സംഖ്യയുടെ ആവർത്തന ഫലമാണ്. ഇതാണ് ആധുനിക ആവർത്തന നിയമം. മെൻഡലിയേഫ് ആണ് ആദ്യമായി അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ആവർത്തന പട്ടിക ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലിയേഫ് ആണ്. എന്നാൽ മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് ലാവോസിയെയാണ്, ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും പറഞ്ഞ്. പക്ഷെ മൂപ്പർക്ക് ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങളെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ മെൻഡലിയേഫിന് അതും പറ്റി. പക്ഷെ യഥാർത്ഥ ആധുനിക ആവർത്തന നിയമം പറയുന്നത് മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക സംഖ്യയുടെ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന്റെ എണ്ണത്തെ, മറ്റൊരു അറ്റോമിക മാസിന്റെയാണ്. അപ്പൊ അറ്റോമിക നമ്പർ അടിസ്ഥാനത്തിൽ ഇന്ത്യ അല്ലട്ടോ അവിടെ അറ്റോമിക നമ്പർ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് അവിടെ ഇന്ത്യയിലെ ഹെൻറി മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവും ഹെൻറി മോസ്ലിയാണ്. ഈ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായിട്ട് മൂലകങ്ങളെ വർഗീകരിച്ചത് ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഹെൻറി മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലിയാണ്. എന്നാൽ ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ആ ചോദ്യം വന്നാൽ വേറെയാണ് ഉത്തരം. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായുണ്ടല്ലോ. ഇനി കാണാപ്പാഠം പഠിക്കണ്ടല്ലോ. മെൻഡലിയേഫ് ആണ്. എന്നാൽ മൂലകങ്ങളെ ആദ്യമായിട്ട് വർഗീകരിച്ചത് ആരാണ്? അത് ലാവോസിയെയാണ്. അപ്പൊ മൂലകങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ച പട്ടികയാണ് ആവർത്തന പട്ടിക. മൂലകങ്ങളുടെ ആവർത്തന പട്ടിക എന്നും പറയും. അറ്റോമിക നമ്പർ, ഇലക്ട്രോണിക് വിന്യാസം, ആവർത്തിച്ചുള്ള രാസഗുണങ്ങൾ എന്നിവയാലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പൊ ആധുനിക ആവർത്തന പട്ടികയാണ് ഈ കാണുന്നത്. അത് അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ജലതന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാ? ഞാൻ നേരത്തെ ജലതന്മാത്രയുടെ ചിത്രം നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഒരു ഓക്സിജനും 2 ഹൈഡ്രജനും ചേർന്ന് മൂപ്പരുടെ പേരെന്താ? H2O. 2 H2O. അപ്പൊ H2O 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പൊ എത്രയായിരിക്കും? ഒരു ജലതന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. ബേക്കിംഗ് സോഡ എന്ന പദാർത്ഥത്തിന്റെ രാസനാമം മറ്റൊരു ക്ലാസ്സിൽ ഞാൻ പറയാം. കുറച്ച് നേരം എടുക്കണം. ഇപ്പൊ എത്ര ആലോചിച്ച് നോക്കുക. ബേക്കിംഗ് സോഡയിൽ സോഡിയം ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. അതിന്റെ പേര് തന്നെ അതുണ്ട്, സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം എന്താണ്? ബൈകാർബണേറ്റ്. നമുക്ക് പിന്നീട് പറയാം. അപ്പോ സോഡിയം ഉണ്ട്, കാർബണും ഉണ്ട്, പിന്നെ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. ഓക്കെ, ഓർത്തു വെക്കുക. സോഡിയം ബൈകാർബണേറ്റ്, അപ്പക്കാരം എന്നാണ് പറയുക. അപ്പോ ഇതിൽ ആരാണ് സോഡിയവും കാർബണും അതുപോലെ തന്നെ ഓക്സിജനും ഒക്കെ വരുന്നത്? ഇവിടെ നോക്കൂ, ഇവിടെ സോഡിയം വരുന്നുണ്ട്, കാർബണും വരുന്നുണ്ട്, ഓക്സിജനും വരുന്നുണ്ട്. പക്ഷെ ഹൈഡ്രജൻ വരുന്നില്ല, ഇവിടെയും വരുന്നില്ല. എല്ലാം കൂടി വരുന്നത് ഇവിടെ മാത്രമാണ്. എണ്ണ അറിഞ്ഞിട്ടില്ലെങ്കിലും സോഡിയം ഉണ്ട്. Na എന്നുള്ളതാണ് സോഡിയത്തിനുള്ള വാക്കിട്ട. Na, ക്യാപിറ്റൽ ലെറ്റർ എന്നും സ്മാൾ ലെറ്റർ എയും, HCO3. ഓക്കെ, ഇനി അടുത്തത് ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം ഏതാണ്? യഥാർത്ഥത്തിൽ 10th പ്രിലിംസിന് വരേണ്ട ചോദ്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് ഡയമെൻഷൻ എന്നുള്ളതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇവിടുന്ന് അധികം ചോദ്യങ്ങൾ വരാൻ സാധ്യതയില്ല. പക്ഷെ ഇതുപോലത്തുള്ള ചോദ്യങ്ങൾ ഇനി വരാം. അതുകൊണ്ട് നമുക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു പോകാം. ഒന്ന് ഓർത്തു വെച്ചോളൂ. എന്താണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്? സാധാരണയായിട്ട് മാസ്, ലെങ്ത്, ടൈം. മാസ്, ലെങ്ത്, ടൈം, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇപ്പോൾ അവിടെ ഒരു ഡയമെൻഷനാണ്. ആ ഡയമെൻഷൻ, ചില വസ്തുക്കൾക്ക് മാസ് ഉണ്ടാവും. അപ്പൊ ടൈമിന് മാസ് ഉണ്ടോ? സമയം അതിന് മാസ് ഉണ്ടോ? ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മുടെ പ്രപഞ്ചത്തെ ആലോചിച്ച് നോക്കുക. പ്രപഞ്ചത്തെ എങ്ങനെയാണ് ഫിസിക്സ് നോക്കി കാണുന്നത്? ഫിസിക്സിന്റെ അടിസ്ഥാനത്തിൽ അത് പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ നിൽക്കുകയാണ്. ഈ കാണുന്നതിനെയൊക്കെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമം. എന്താ അതിന്റെ രഹസ്യം? അതല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒരൊറ്റ നിയമം എന്താണ്? ഈ ലോകത്തെ ചരാചരങ്ങളെയും ഈ പ്രപഞ്ചത്തെയും ഒക്കെ തന്നെ വിധാനിക്കുന്ന, അതിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന, അത് ഫോളോ ചെയ്യുന്ന നിയമം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതാണ് സയൻസ് എന്ന് പറയുന്നത്. ആ ചോദ്യത്തിന് സയൻസിൻ്റെതായ രീതിയുണ്ട്. ഇപ്പൊ മതം ലോകത്തെ വ്യാഖ്യാനിക്കുന്നത് ഒരു രീതിയാണ്, സയൻസ് ലോകത്തെ വ്യാഖ്യാനിക്കുന്നത് സയൻസിന്റെ രീതിയാണ്. അതുകൊണ്ട് നിങ്ങൾ മതത്തെ സയൻസുമായിട്ടോ സയൻസെ മതവുമായിട്ടോ ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. മതം കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സയൻസിനെയോ സയൻസ് കൊണ്ട് നിങ്ങൾ മതത്തെയോ മനസ്സിലാക്കാൻ നിൽക്കണ്ട. രണ്ടിനും 2 രീതിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ലോകത്തെ അവർ പറയുമ്പോൾ അവിടെ ലോകത്ത് സയൻസിന് ഈശ്വരനെ അല്ല അവർ നോക്കുന്നത്. കാണുന്നത് അവരെന്താ? ഊർജം കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിനെ ഈശ്വരനായിട്ട് പറയാം. പക്ഷെ അതൊന്നും സയൻസിന്റെ രീതിയല്ല.
രണ്ടും വേണ്ട എന്നാണ് പറയുന്നത്. നമുക്ക് അവിടേക്ക് പോകണ്ട, നമ്മൾ വഴി വിട്ടു പോകണ്ട, നമുക്ക് തിരിച്ചു തന്നെ പോവാം. ഊർജമുണ്ട് ലോകത്ത്. എന്തെല്ലാം ഊർജമുണ്ട്? സൂര്യോർജം, താപോർജം. അപ്പൊ ഞാൻ ഈ ശബ്ദം ഉണ്ടാക്കുന്നത് ശബ്ദോർജമാണ്. ഈ ശബ്ദോർജം പിന്നീട് വൈദ്യുത കാന്തിക തരംഗങ്ങളായിട്ട് സംപ്രേഷണം ചെയ്യപ്പെടുകയാണ്. എന്നിട്ടാണ് നിങ്ങളുടെ റിസീവർ, നിങ്ങളുടെ മൊബൈലാണ് അവിടെ റിസീവർ, ആ റിസീവറിൽ ഈ വൈദ്യുത കാന്തിക തരംഗങ്ങൾ എത്തുന്നു. വീണ്ടും അതിനെ ആ റിസീവർ മൊബൈല് ശബ്ദമാക്കിയിട്ടും ദൃശ്യമാക്കിയിട്ടും നിങ്ങൾക്ക് തരികയാണ്. ഇതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ്. ഊർജം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ്. ഓർത്തിരിക്കുക, എന്താ ഊർജം എന്ന് പറയുന്നത്? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്. ലോകത്ത് ഊർജമുണ്ട്. സൂര്യപ്രകാശം ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. സൗരോർജം എന്താണ്? ഇലകളുടെ അടുപ്പിൽ അവിടെ ഭക്ഷണം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? അത് സൗരോർജമുള്ളതുകൊണ്ടാ. അവിടുത്തെ തീ സൗരോർജ. അപ്പൊ ഊർജം ഉണ്ട്. മറ്റൊന്നാണ് എന്തുള്ളത്? സമയമുണ്ട്. സമയം ഇല്ലേ? നമ്മുടെ പ്രപഞ്ചത്തിൽ സമയമുണ്ട്. ദ്രവ്യമുണ്ട്, മാസ് ഉണ്ട്. എന്നെയും നിങ്ങളെയും, നിങ്ങൾ ഉപയോഗിക്കുന്ന ജീവനില്ലാത്ത കമ്പ്യൂട്ടറിനെയും കസാലിനെയും ഒക്കെ ദ്രവ്യത്തിൽപ്പെടുത്താം. സ്പേസ് ഉണ്ട്. ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലം ആണ് അതിന്റെ വ്യാപ്തം. അത് സ്പേസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ അവർ ലോകത്തെ മനസ്സിലാക്കുന്നു, വ്യാഖ്യാനിക്കുന്നു, നിയമങ്ങൾ ആവിഷ്കരിക്കുന്നു. അപ്പൊ അതിൽ ടൈം എന്നുള്ള ഡയമെൻഷനാണുള്ളത്. മാസ്, ഒരു വസ്തുവിന് മാസ് ഉണ്ട്. ആ വസ്തുവിന്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യം എത്രയുണ്ട്, അതിനെയാണ് മാസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണല്ലോ നീളം. ഒരു വസ്തുവിന്റെ മറ്റൊരു സവിശേഷതയല്ലേ നീളം. നീളം, വീതി, എന്തോ ഉയരം ഒക്കെ നീളം എന്നുള്ള രീതിയിൽ. ലെങ്ത്, മൂന്നെണ്ണം മനസ്സിലായല്ലോ. ടൈം, ലെങ്ത്, മാസ്. ഇപ്പൊ ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം എന്താണ് എന്നതാണ്. ഊർജത്തിന്റെ സമവാക്യം നിങ്ങൾക്കറിയാം. E=mc² ആണ്. E=mc². E എന്ന് പറഞ്ഞാൽ എനർജി. എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഉണ്ട്. ആ സൂത്രവാക്യത്തിൽ സി എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ പ്രവേഗമാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ആ മാസിൽ ആരുണ്ട്? എം ഉണ്ട്. ഈ സി എന്ന് പറഞ്ഞാൽ എന്താ? പ്രവേഗം. പ്രവേഗം എന്ന് പറഞ്ഞാൽ ഒരു വേഗമുണ്ടല്ലോ. പ്രവേഗത്തിൽ വേഗമുണ്ടല്ലോ. വേഗതയല്ലട്ട പ്രവേഗം. ഞാൻ ഇപ്പൊ അവിടേക്ക് പോകുന്നില്ല. പക്ഷെ വേഗതയുമായി ബന്ധപ്പെട്ടതാണ്. വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? ദൂരം ബൈ സമയം അല്ലേ? അപ്പോ ദൂരം എന്ന് പറഞ്ഞാൽ ലെങ്ത്, സമയം എന്ന് പറഞ്ഞാൽ ടി. അപ്പൊ നോക്കൂ, ഇതിന്റെ ഡയമെൻഷനിൽ മാസ് ഉണ്ട്. പിന്നെ പ്രവേഗം, സി പ്രവേഗമാണ്. അതുകൊണ്ട് എല്ലും ടിയും ഉണ്ട്. ആ പ്രവേഗത്തിന് സ്ക്വയർ ഉണ്ട്. അങ്ങനെ വരുമ്പോ ഇതെന്തായിട്ട് മാറും? എം, പിന്നെ എല്ലിന്റെ സ്ക്വയർ എൽ സ്ക്വയർ, ഈ ടി സ്ക്വയർ. ഈ അടി കിടക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എടുത്താൽ മതി? മോളിക്കിന്റെ എടുത്തിട്ട് ഈ രണ്ടിനെ പിടിച്ചിട്ട് -2 ആക്കിയാൽ മതി. അപ്പോ എം എൽ സ്ക്വയർ T⁻⁻² ആണ് ഊർജത്തിന്റെ ഡയമെൻഷണൽ സമവാക്യം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം അറിവുള്ളവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ ഞാൻ പറയുന്ന കൺസെപ്റ്റ് മനസ്സിലാക്കി നമുക്ക് ഒരുപാട് ഗുണമുണ്ട് എന്നുള്ളതാണ്. ഫാരൻഹീറ്റ് താപനില സ്കെയിലിൽ ജലത്തിന്റെ തിളനില എത്ര? ഈ ചോദ്യത്തിന് ഒന്നുമില്ല കേട്ടോ, അത് ഓർത്തു വെക്കുക. ജലത്തിന്റെ തിളനില എന്ന് പറഞ്ഞാൽ ജലം എത്ര ഡിഗ്രിയിലാണ് തിളക്കുക? 100 ഡിഗ്രി സെന്റിഗ്രേഡ്. ആ 100 ഡിഗ്രി സെന്റിഗ്രേഡിനെ ഫാരൻഹീറ്റ് ആക്കുമ്പോൾ 212 ഡിഗ്രി എഫ് എന്നാണ് വരിക. 212 ഡിഗ്രി ഫാരൻഹീറ്റ് എന്നാണ് വരിക. ഈ സൂത്രവാക്യം വേണ്ടവരെന്ന് ഓർത്തു വെച്ചാൽ മതി. സി × 9/5 + 32. ഇതാണ് അതിനുള്ള സൂത്രവാക്യം. സമം നോക്കൂ, 100 ഡിഗ്രി സെന്റിഗ്രേഡ് × 9/5. ഏത് ഡിഗ്രി സെന്റിഗ്രേഡിനും ഫാരൻഹീറ്റ് ആക്കാനുള്ള സൂത്രവാക്യമാണ്. 100ൽ 5 20 പ്രാവശ്യം പോവും. 20 × 9 150, 32 212 ആണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് തെരഞ്ഞെടുക്കുക. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. വിശിഷ്ട താപധാരിത എന്താ അതിന് പറയുന്ന പേര്? വിശിഷ്ട താപധാരിത. വിശിഷ്ട താപധാരിതയുള്ളത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിതയുള്ളത് ജലത്തിനാണ്. ജലം മറ്റെല്ലാറ്റിനെ അപേക്ഷിച്ചിട്ട് വിശിഷ്ട താപധാരിത കൂടുതലാണ്. എന്താ വിശിഷ്ട താപധാരിത എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. വെള്ളം വെളിച്ചെണ്ണി ഒന്ന് ചൂടാക്കി വെക്കുക. ഏത് കൊണ്ടാലാ പൊള്ളുക? നന്നായിട്ട് പൊള്ളുക. ചീനച്ചട്ടിയിൽ ഒരു 100 ഗ്രാം വെളിച്ചെണ്ണ എടുക്കുക, മറ്റൊന്നിൽ 100 ഗ്രാം ജലം എടുക്കുക അല്ലേ? വെളിച്ചെണ്ണയെ തൊട്ട പൊള്ളിപ്പോവും. ഒരേ തീയെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ വെളിച്ചെണ്ണ തൊട്ട പൊള്ളിപ്പോവും. അതെന്താ?
ഒരേ അളവിൽ രണ്ട് വസ്തുക്കൾ എടുത്ത് ഒരുപോലെ ചൂടാക്കിയപ്പോ വെളിച്ചെണ്ണയുടെ താപനില വളരെ ഉയർന്നു. താപനിലയും താപവും വ്യത്യാസമാണ്. ഞാനിപ്പോ പറയുന്നില്ല താപനില എന്ന് പറഞ്ഞാൽ എത്ര സെന്റിഗ്രേഡ്. താപം എന്ന് പറഞ്ഞാൽ അതിന് കൊടുക്കുന്ന ഊർജമാണ്, ആ താപനിലയിലേക്ക് എത്താൻ കൊടുക്കുന്ന ഊർജമാണ്. അതായത് ഒരേ അളവിലുള്ള വസ്തുക്കളാണെങ്കിൽ പോലും 1 ഡിഗ്രി സെന്റിഗ്രേഡ് ഉയർത്താൻ, അതായത് വെളിച്ചെണ്ണയുടെ താപനില 1 ഡിഗ്രി സെന്റിഗ്രേഡ് ഉയർത്താനുള്ള താപനിലയും താപവും വ്യത്യാസമാണ്. വെളിച്ചെണ്ണയുടെ താപനില 1 ഡിഗ്രി സെന്റിഗ്രേഡ് ഉയർത്താനുള്ള താപവും വെള്ളത്തിന്റെ താപനില 1 ഡിഗ്രി സെന്റിഗ്രേഡ് ഉയർത്താനുള്ള താപവും, ആ താപത്തിന്റെ അളവ് വ്യത്യസ്തമാണ്. വെള്ളത്തിന് കൂടുതൽ താപം വേണം, വെളിച്ചെണ്ണയ്ക്ക് കുറച്ചു മതി. ഓരോ വസ്തുക്കളുടെയും 1 കിലോഗ്രാം പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെന്റിഗ്രേഡ് ഉയർത്താൻ ആവശ്യമായ താപത്തിന്റെ അളവാണ് ആ വസ്തുവിന്റെ വിശിഷ്ട താപധാരിത. വെള്ളത്തിന് പൊതുവെ വിശിഷ്ട താപധാരിത കൂടുതലാണ്. അപ്പൊ എന്താ വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞാൽ ഓരോ വസ്തുവിന്റെയും താപനില ഉയർത്താൻ നൽകേണ്ട താപം വ്യത്യസ്തമാണ്. താപനിലയും താപവും വ്യത്യാസമാണ്. താപനില എന്ന് പറഞ്ഞാൽ ഇത്ര ഡിഗ്രി സെന്റിഗ്രേഡ് അല്ലെങ്കിൽ ഇത്ര ഡിഗ്രി ഫാരൻഹീറ്റ്. ഇപ്പോ 1 ഡിഗ്രി സെന്റിഗ്രേഡ് താപനില ഉയർത്താൻ 1 kg പദാർത്ഥത്തിന് കൊടുക്കേണ്ട താപത്തെയാണ് വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. അത് ജലത്തിന് കൂടുതലാണ്. ബാക്കി കാര്യത്തിലേക്ക് നമുക്കിപ്പോ പോകണ്ട. ജലത്തിന് എന്താണ്? അത് വളരെ കൂടുതലാണ്. അപ്പോ അവിടെ ജലം വിശിഷ്ട താപധാരിത കൂടുതലുള്ള ഒന്നാണ്, ഓർത്തിരിക്കുക. പ്രകൃതിയുടെ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തി കുറഞ്ഞത് ഏതാ? പ്രകൃതിയിൽ ബലമുണ്ട്, ഫോഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഊർജ്ജമുണ്ട്, ദ്രവ്യമുണ്ട്, സ്പേസ് ഉണ്ട്, ടൈം ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രകൃതിയിൽ, അല്ലേ? എന്ത് വെച്ച് നോക്കുമ്പോ സയൻസ് അതിനെ വ്യാഖ്യാനിക്കുമ്പോ സയൻസ് ലോകത്തെ മനസ്സിലാക്കിയെടുക്കുന്നത്, ഫിസിക്സ് ലോകത്തെ മനസ്സിലാക്കിയെടുക്കുന്നത് അങ്ങനെയാണ്. എന്താ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഓർത്തു വെച്ചോളൂ, ഫിസിക്കൽ ഒബ്ജക്റ്റുകളെ കുറിച്ചുള്ള പഠനമാണ് ഫിസിക്സ്. എന്താ ഫിസിക്കൽ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ ബി മെഷറബിൾ, അതിനെ അളക്കാൻ പറ്റണം. അളക്കാൻ പറ്റാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള പഠനമാണ്. ഇപ്പൊ സ്നേഹം നമുക്ക് അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റില്ല. ഇത് ന്യൂമറിക്കലായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാവുന്ന സ്ഥിതിയിൽ എത്തിയിട്ടില്ല. എത്തുന്ന കാലത്ത് അത് ഫിസിക്സിന്റെ പഠനത്തിൽ പെടും. മനസ്സിലായില്ലേ? സ്നേഹം നമുക്ക് അളക്കാൻ പറ്റില്ല. അറിവ് അളക്കാൻ പറ്റും, അളക്കാൻ പറ്റില്ല എന്നൊക്കെയുള്ളൊരു വാദം നടക്കുകയാണ്. അറിവ് ഇപ്പൊ ഇത്ര ഡാറ്റ, അല്ലെ, ഇത്ര ഡാറ്റ അറിവ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് തിരിച്ചു പോവാം. ബലം എന്ന് പറയുന്നത് ഇപ്പൊ ഫിസിക്സ് അങ്ങനെയാണ്, മെഷർ ചെയ്യാൻ പറ്റണം. ബലത്തെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റൂട്ടാ. ഇപ്പൊ ബലം, പല ബലങ്ങളുണ്ട്. ഇപ്പൊ ഞാന് ബലം ഉപയോഗിച്ചിട്ട് എനിക്ക് മേശ തള്ളാം. പക്ഷെ ഈ ബലങ്ങളൊക്കെ തന്നെ ഈ അടിസ്ഥാന ബലങ്ങളുടെ പ്രകടനമാണ്. ഏതൊക്കെയാണ് അടിസ്ഥാന ബലങ്ങൾ പ്രകൃതിയിലുള്ളത്? 4 ബലമാണ്. അതിൽ ഏറ്റവും ബലം കുറഞ്ഞത് ഏതാണ്? ഗുരുത്വ ബലമാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ പ്രകൃതിയിൽ എത്ര അടിസ്ഥാന ബലങ്ങൾ? 4 അടിസ്ഥാന ബലങ്ങൾ. ഏതെല്ലാമാണ് ആ 4 അടിസ്ഥാന ബലങ്ങൾ? പ്രബല ന്യൂക്ലിയർ ബലം, ഏറ്റവും ശക്തമായ ബലം അതാണ്. പ്രബല ന്യൂക്ലിയർ ബലം, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. പിന്നെ ദുർബല ന്യൂക്ലിയർ ഫോഴ്സ് ഉണ്ട്, ദുർബല ന്യൂക്ലിയർ ബലമുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഗുരുത്വാകർഷണ ബലം, ഏറ്റവും കുറഞ്ഞ ബലം അതാണ്. പക്ഷെ ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവാണെങ്കിലും അതിന്റെ റേഞ്ച് കൂടുതലാണ്. കൂടുതൽ ദൂരത്തേക്ക് വ്യാപിക്കുന്ന ബലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലമാണ്. സൂര്യനിലുള്ള ഗുരുത്വാകർഷണ ബലം ഭൂമിയെയും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം സൂര്യനെയും ബാധിക്കുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? എത്ര ദൂരം കൂടിയാലും ഗുരുത്വാകർഷണ ബലം ഉണ്ടാവാതിരിക്കുന്നില്ല. അപ്പോ റേഞ്ച്, ലോങ് റേഞ്ച് ബലമാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അഥവാ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. എന്നാൽ മറ്റേത് ഏത്? നമ്മുടെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്, പക്ഷെ റേഞ്ച് വളരെ കുറവാണ്. ഓർത്തിരിക്കുക. അപ്പോൾ ഏറ്റവും ശക്തമായ ബലം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്, പക്ഷെ അതിന്റെ റേഞ്ച് വളരെ 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 കുറവാണ്, ഒരു അണുകേന്ദ്രത്തിനുള്ളിലാണ്. എന്നാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബലം കുറവാണ്, ദുർബലമായ ബലമാണ്, പക്ഷെ ലോങ് റേഞ്ച് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലുള്ളത്. 4 അടിസ്ഥാന ബലങ്ങൾ: സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. അപ്പൊ അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തമായ ബലം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളുടെയും ആകൃതി നിലനിർത്തുന്നത് ഈ ചങ്ങയ്യ, ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്.
ഞാൻ പറഞ്ഞു നമ്മുടെ ആറ്റത്തിന്റെ കേന്ദ്രമാണ് ന്യൂക്ലിയസ്, അവിടെ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. ഈ പ്രോട്ടോണുകളെ അണുകേന്ദ്രത്തോട് ന്യൂക്ലിയസിനോട് ചേർത്ത് നിർത്തുന്നത് ഈ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഈ ബലത്തിന്റെ പ്രവർത്തന പരിധി ആ അണുകേന്ദ്രത്തിന്റെ അത്ര ചെറുതാണ്. എന്താണ് ഈ അണുകേന്ദ്രം എന്ന് അറിയാമോ? നിങ്ങൾ ഒരു വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം, നിങ്ങളുടെ നാട്ടിലുള്ള വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം മനസ്സിൽ കാണുക. ആ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ അത്ര വലുതാക്കി ആറ്റം എന്ന് വിചാരിക്കുക. ആറ്റം വളരെ ചെറുതാണേ, പക്ഷെ നമ്മുടെ സങ്കല്പം കൊണ്ട് നിങ്ങൾ അതിനെ കാണുന്നത് എന്തായിട്ടാണ്? ഒരു വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണെന്ന് കരുതുക. അതാണ് ഒരു ആറ്റം. അങ്ങനെയാണെങ്കിൽ അതിന്റെ കേന്ദ്രത്തിൽ ഒരു ഫുട്ബോൾ കൊണ്ടുവച്ചാൽ അത്ര വലിപ്പമാണ്, അല്ലെങ്കിൽ ആ സ്ഥലമാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതാണ് അണുകേന്ദ്രം എന്ന് പറയുന്നത്. അപ്പോ ഒരു ചെറിയ ആറ്റത്തെ എത്രയോ നമ്മൾ വലുതാക്കി. ആ വലുതാക്കിയവർ തന്നെ ഒരു ഫുട്ബോളിന്റെ വലിപ്പമേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥ ആറ്റത്തിൽ ആ ന്യൂക്ലിയസിന്റെ വലിപ്പം എത്ര കുറവായിരിക്കും? അത്രയ്ക്കുള്ള റേഞ്ചേ ആർക്കുള്ളൂ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിനുള്ളൂ. പക്ഷെ ചങ്ങാതി ഭയങ്കര സ്ട്രോങ് ആണ്. അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ശക്തമായ ബലം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. മറ്റൊന്നാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് റേഡിയോ ആക്ടിവിറ്റിക്ക് കാരണം. പ്രോട്ടോണുകളെ അണുകേന്ദ്രമായി നിർത്തുന്നതും ആകൃതി പദാർത്ഥങ്ങൾക്ക് നൽകുന്നതും എന്താണ്? അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് റേഡിയോ ആക്ടിവിറ്റിക്ക് കാരണം. പിണ്ഡം കൂടിയ കണങ്ങളെ വിഭജിക്കും. ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അടിസ്ഥാന ബലങ്ങളിൽ ഏറ്റവും ദുർബലം. ഏതൊരു വസ്തുവിനെയും ഭൂമി തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇതാണ് ഗുരുത്വാകർഷണ ബലം. ഭൂമി മാത്രമല്ല, മാസുള്ള ഏതൊരു വസ്തുവും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. അവിടെ വികർഷണം അല്ല കേട്ടാ, പരസ്പരം ആകർഷിക്കുന്നേ ഉള്ളൂ. വസ്തുക്കൾക്ക് ഭാരം നൽകുന്നത് ഗുരുത്വാകർഷണമാണ്. ഐൻസ്റ്റീന്റെ സാമാന്യ ആപേക്ഷിക സിദ്ധാന്തം, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉപയോഗിച്ച് ഈ ബലത്തെ വിശദീകരിക്കാം. മുകളിലേക്ക് എറിയുന്ന കല്ല് താഴത്തേക്ക് വീഴുന്നത് ഗുരുത്വാകർഷണ ബലം മൂലമാണ്. അടുത്ത ബലമാണ് വൈദ്യുത കാന്തിക ബലം, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് വൈദ്യുത ചാർജുള്ള കണങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് വൈദ്യുത ബലം. പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. സജാതീയ ചാർജുകൾ വികർഷിക്കും. രണ്ട് പോസിറ്റീവ് ചാർജ് കണ്ടാൽ അവ വികർഷിക്കും, പരസ്പരം തള്ളി മാറ്റും. രണ്ട് നെഗറ്റീവ് ചാർജുകൾ പരസ്പരം തള്ളി മാറ്റും, വികർഷിക്കും. എന്നാൽ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും വിജാതീയ ചാർജുകൾ അത് എന്ത് ചെയ്യും? ആകർഷിക്കും. ഓർത്തു വെക്കുക, പോസിറ്റീവും വികർഷിക്കും, നെഗറ്റീവും വികർഷിക്കും, പോസിറ്റീവും നെഗറ്റീവും ആകർഷിക്കും. അപ്പൊ വൈദ്യുത ചാർജുള്ള കണങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് വൈദ്യുതകാന്തിക ബലം. ആറ്റത്തിനകത്തെ കണങ്ങൾ പരസ്പരം വൈദ്യുത കാന്തിക ബലം പ്രയോഗിക്കുന്നുണ്ട്. പ്രോട്ടോൺ ന്യൂട്രോണിനോടും ന്യൂട്രോൺ പ്രോട്ടോണിനോടും. കാരണം പ്രോട്ടോൺ പോസിറ്റീവാണ്, പ്രോട്ടോൺ ഇലക്ട്രോണിനോടും ഇലക്ട്രോൺ പ്രോട്ടോണിനോടും. പ്രോട്ടോൺ പോസിറ്റീവാണ്, ഇലക്ട്രോൺ നെഗറ്റീവാണ്. എന്നാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല, ആകെ എടുക്കുമ്പോട്ട. അത്ര മാത്രം ആലോചിച്ചാൽ മതി. ഒരൊറ്റ ന്യൂട്രോൺ എടുക്കുമ്പോൾ അതിന് ആകെ ചാർജ് ഇല്ല. ഉള്ളിലേക്ക് കടന്നാൽ ചാർജ് ഉണ്ട്, അവിടേക്കൊന്നും പോകുന്നില്ല. അപ്പോ ന്യൂട്രോൺ ചാർജ് ഇല്ലാത്ത കണമാണ്, പ്രോട്ടോൺ പോസിറ്റീവാണ്, ഇലക്ട്രോൺ നെഗറ്റീവാണ്. വൈദ്യുത ചാർജുള്ള കണങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്നതായ ബലമാണ് വൈദ്യുത കാന്തിക ബലം. ഓക്കെ, ന്യൂക്ലിയസിനുള്ളിൽ ഈ ഇലക്ട്രോണുകൾ അവയുടെ സ്ഥിരത ഉറപ്പാക്കുന്നത് പ്രോട്ടോണുകൾ ഇലക്ട്രോണുകളെ ആകർഷിച്ചാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ 4 ബലങ്ങൾ: വൈദ്യുതകാന്തിക ബലം, ദുർബല ന്യൂക്ലിയസ് ആണവ ബലം, ശക്തമായ ആണവ ബലം, പിന്നെ ഗുരുത്വാകർഷണ ബലം. ഇതിൽ ഏറ്റവും റേഞ്ചുള്ള ബലമാണ് ഗുരുത്വാകർഷണ ബലം. പക്ഷെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലവും ഗുരുത്വാകർഷണ ബലമാണ്. ഏറ്റവും ശക്തിയുള്ള ബലം സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. പക്ഷെ അതിൻ്റെ റേഞ്ച് വളരെ വളരെ കുറവാണ്. ഒരു ന്യൂക്ലിയസിനുള്ളിൽ മാത്രമാണ് അതിൻ്റെ റേഞ്ച് ഉള്ളത്. ഓർത്തിരിക്കുക. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. മനുഷ്യന്റെ ശ്രവണ പരിധി എന്താണ്? 20 ഹെർട്സ് മുതൽ എത്ര വരെയാണ്? 20,000 ഹെർട്സ് വരെയാണ്. നാട്ടു എന്ന ഗാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന. അവിടെ നാട്ടു ഈ ചോദ്യമല്ല വന്നിരുന്നത്, ഞാൻ മാറ്റിയെടുത്തതാണ്. നാട്ടു എന്ന ഗാനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന പറയാം. ഒന്ന്, ലോസ് ആഞ്ചലസിൽ നടന്ന 95ാം ഓസ്കാർ അവാർഡ് നാട്ടു. അതാണ് 1 ട്ടോ.
ഏറ്റവും മികച്ച മൗലിക ഗീതം. ശരിയാണോ തെറ്റാണോ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ലോസ് ആഞ്ചൽസിൽ നടന്ന 95ാം ഓസ്കാർ അവാർഡിൽ നാട്ടു ഏറ്റവും മികച്ച മൗലിക ഗീതം, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും ഓസ്കാറും നേടി. ആലപിച്ചത് ബൗരവ് രാഹുൽ, സിലി ഗുഞ്ച്. എല്ലാം ശരിയാണ്. ഇതിലെ ഉത്തരം എല്ലാം ശരിയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിനു പകരം ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ആയിരുന്നു. പണ്ടത് ചോദിക്കുമ്പോൾ മലയാളികൾക്ക് അതിൽ എന്ത് കിട്ടിയിരുന്നു? സ്ഥാനം കിട്ടിയിരുന്നു. ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റൊരു ചോദ്യം എടുത്തതാണ്. നിങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലും പഠിച്ചോളൂ. ഇതിനെക്കുറിച്ചൊക്കെയാണ് നല്ല ധാരണ വേണ്ടത്. ഓസ്കാർ അവാർഡ് നമുക്ക് കിട്ടി. 95ാമത് ഓസ്കാർ അവാർഡാണ്. നാട്ടു ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഉണ്ട്. ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. ആലപിച്ചത് ബൗരവ് രാഹുലും സിലി ഗഞ്ചുമാണ്. 2020 ഹരിവരാസന പുരസ്കാരമായിരുന്നു ചോദ്യത്തിൽ. ഞാനത് 2022 ഹരിവരാസന പുരസ്കാരമാക്കിയിട്ടുണ്ട്. 2022 ഹരിവരാസന പുരസ്കാരത്തിന് അർഹനായത് ആലപ്പി രംഗനാഥാണ്. 2022 ഹരിവരാസന പുരസ്കാരം. ഹരിവരാസനം എന്ന് പറയുന്നത് സർവമത സാഹോദര്യത്തിനും സമഭാവനയ്ക്കും സർഗാത്മകമായ പിന്തുണ നൽകുന്ന അല്ലെങ്കിൽ അതിന് സംഭാവന ചെയ്ത കലാകാരന്മാർക്ക് കൊടുക്കുന്നതാണ് ഹരിവരാസനം പുരസ്കാരം. 2022 ഹരിവരാസനം പുരസ്കാരം ആലപ്പി രംഗനാഥിനായിരുന്നു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.